നമസ്കാരം. വിഷുക്കാലം എത്തിയാൽ വിഷുക്കണിയും കണിക്കൊന്നയും പോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് വിഷു കൈനീട്ടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഗൃഹാതുരത്വം നിറയ്ക്കുന്ന ഈ സമ്പ്രദായം കാലാകാലങ്ങളായി നമ്മൾ പിന്തുടരുന്നതുമാണ്. കണി കണ്ടതിന് ശേഷം കാരണവന്മാർ നൽകുന്ന സമ്മാനങ്ങളാണ് വിഷു കൈനീട്ടം. ഈ വർഷത്തെ സമൃദ്ധിയുടെ സൂചകമായി ഇതിനെ കാണുന്നവരുമുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് സ്വത്തിന്റെ ചെറിയൊരു പങ്ക് കുടുംബത്തിലെ എല്ലാവർക്കുമായി വീതിച്ച് നൽകുന്നു എന്നതിൻ്റെ പ്രതീകം കൂടിയാണ് വിഷു കൈനീട്ടം എന്നും വാദമുണ്ട്. ഇന്നത്തെ കാലത്ത് മുത്തച്ഛനോ അച്ഛനോ അമ്മാവനോ വീട്ടിലെ മുതിർന്നവരോ ആണ് കൈനീട്ടം നൽകുക. കണിയുരുളിയിലെ നെല്ലും അരിയും കൊന്നപ്പൂവും സ്വർണവും ചേർത്ത് വിഷു കൈനീട്ടം നൽകണം എന്നാണ് പഴമക്കാർ പറയുക. നാണയം കൈനീട്ടമായി നൽകുന്നതാണ് പതിവ്. ഇപ്പോൾ സൗകര്യത്തിന് നോട്ടുകളും നൽകാറുണ്ട്. കയ്യിൽ കിട്ടിയ നാണയമെടുത്ത് സ്വർണവും ധാന്യവും തിരിച്ചു വയ്ക്കും. കൊന്നപ്പൂ കണ്ണോട് ചേർത്ത് തലയിൽ ചൂടും. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുക. ധനത്തിന്റെ അതിദേവതയായ മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം വർഷം മുഴുവൻ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാണ് കൈനീട്ടം നൽകുന്നവരും വാങ്ങുന്നവരും മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത്. പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുക. എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട്. സമ്പത്ത് എന്നാൽ പ്രകൃതിയാണ്. അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ് എന്നതാണ് വാസ്തവം. എത്ര ലളിതമായാണ് പഴമക്കാർ വിഷു കൈനീട്ടത്തിലൂടെയും നമുക്കിത് കാണിച്ചു തരുന്നത്. പ്രകൃതി നൽകുന്ന ഫലമൂലാദികൾ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് വ്യക്തമാക്കുകയാണ് വിഷു കൈനീട്ടവും വിഷു കണിയുമെല്ലാം. ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ മാറും. ആരെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആരിൽ നിന്നും കൈനീട്ടം നിങ്ങൾക്ക് സ്വീകരിക്കാം. എന്നാൽ ഇവരിൽ നിന്നും സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം നൽകും എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആര് തന്നെ മനസ്സറിഞ്ഞ് കൈനീട്ടം നൽകിയാലും സർവ ഐശ്വര്യം തന്നെയാണ് ഫലം. എന്നാൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ നിങ്ങൾ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തോടെ നല്ല മനസ്സോടെ നൽകിയാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ. ആ കാര്യവും പ്രത്യേകം ഓർക്കണം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം നിങ്ങൾ വാങ്ങുന്നത് ഏറ്റവും ശുഭകരമാണ്. അശ്വിനി ദേവതകളാണ് ഈ നാളുകാരുടെ ദേവത എന്നാണ് പറയുക. അതിനാൽ തന്നെ ഇവർ 1-ാം തീയതി കയറുന്നതും ശുഭകാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമാണ്. ആരോഗ്യം, സൗന്ദര്യം, ഭാഗ്യം എന്നിവ വർദ്ധിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് അശ്വതി നാളുകാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത്. കാർത്തിക ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു നാളാണ് കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർ വീടുകളിൽ 1-ാം തീയതി കയറുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സൗഭാഗ്യം, അംഗീകാരം, ഉയർച്ച എന്നിവ ജീവിതത്തിൽ ഫലമായി വന്ന് ചേരുന്നതുമാണ്. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയോ അല്ലെങ്കിൽ ഇവർ 1-ാം തീയതി കയറുകയോ ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭഗുണങ്ങൾ ഏറെ ഉള്ളവരാണ്. അതിനാൽ ഇവർ 1-ാം തീയതി കയറുവാൻ ഏറ്റവും ഉത്തമരായ നക്ഷത്രക്കാർ എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും എന്ന കാര്യം പ്രത്യേകം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്രമേൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലും സമ്പത്ത് ഉണ്ടാകും എങ്കിൽ പോലും സമ്പത്ത് കയ്യിൽ നിൽക്കണം എന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും സമ്പത്ത് നഷ്ടമാകാം. എന്നാൽ 1-ാം തീയതി കയറുവാൻ ഏറ്റവും ഉത്തമമായ നാളുകളിൽ ഒന്നാണ് തൃക്കേട്ട. ഇവർ 1-ാം തീയതി കയറുന്നത് വീടിന് ഐശ്വര്യവും സമ്പത്തും ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. മൂലം
മൂലം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുവാൻ ഏറ്റവും ഉത്തമരായ നക്ഷത്രക്കാരാണ്. ഇവർ കൈനീട്ടം നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജീവിതത്തിൽ പല വിധത്തിലും ദോഷകരമായ കാര്യങ്ങളെ തരണം ചെയ്യുവാൻ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ സാധിക്കും. കാരണം ഐശ്വര്യം ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. ഏറ്റവും ശുഭകരമാണ്. ഒന്നാം തീയതി കയറുവാൻ ഏറ്റവും ഉത്തമരായ നക്ഷത്രക്കാരാകുന്നു. ഇവരിൽ നിന്നും നിങ്ങൾ വിഷുക്കൈ നീട്ടം സ്വീകരിക്കുന്നത് ഏറ്റവും ഉത്തമമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുവാൻ പറ്റിയ നക്ഷത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. അതിനാൽ ഏറ്റവും ഉത്തമമാണ് ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത്. മറ്റൊന്ന് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുവാൻ ഉത്തമരായ നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ്. ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും അതേപോലെ തന്നെ ഇവരിൽ നിന്നും ആദ്യ കച്ചവടം സ്വീകരിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. സർവ്വ ഐശ്വര്യം തന്നെ ഫലമായി വന്നു ചേരും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയും എങ്കിൽ പോലും ആ കാര്യങ്ങൾ കൈനീട്ടം നൽകുന്നതിലൂടെ ഇരട്ടിക്കുവാനും ഇവർക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും കൈനീട്ടം നൽകുന്നതിലൂടെ ഐശ്വര്യം നിങ്ങൾക്ക് വർദ്ധിക്കും, വാങ്ങുന്നവർക്കും വർദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അവിട്ട നക്ഷത്രക്കാർ വളരെയധികം സൗഭാഗ്യം കൈനീട്ടം നൽകുന്നതിലൂടെ മറ്റു വ്യക്തികൾക്ക് വന്നു ചേരും. ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ആ വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിറയും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരായ വ്യക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ ഇവരിൽ നിന്നും ആദ്യത്തെ കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ കൊണ്ടുവരും. ആ വീടുകളിൽ ഐശ്വര്യവും ഉയർച്ചയും നൽകുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ അത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമായി തീരും. ഇഷ്ട ആഹാര സമൃദ്ധി, ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. രേവതി, ഈ കൂട്ടരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയും. ഇരട്ടിയായി തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ വച്ചടി ഉയർച്ചയാണ് വന്നു ചേരുക. നേട്ടങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കുകയും ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം നേടുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുവാൻ സഹായകരമായി തീരും. എന്നാൽ ആരിൽ നിന്നും നിങ്ങൾക്ക് കൈനീട്ടം സ്വീകരിക്കാം? നൽകുന്ന വ്യക്തിക്ക് പൂർണ്ണ മനസ്സുണ്ട് എങ്കിൽ, നിങ്ങൾ ഉയരണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇരട്ടി ഫലം തന്നെ ജീവിതത്തിൽ വന്നു ചേരും.